നവരാത്രി നവരാത്രി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് എന്ത്? നവരാത്രി. നവരാത്രി എന്ന് പറയുമ്പോൾ നവരാത്രി പല പേരുകളിൽ പല സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട്. ദുർഗാപൂജ എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ ദസറ എന്നറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പേരുകളിൽ നവരാത്രി അറിയപ്പെടുന്നുണ്ട്. നവരാത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? നവരാത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളാണ്. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളെന്ന് മാത്രമല്ല, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നവരാത്രി ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, വളരെ വിപുലമായ ആഘോഷങ്ങളാണ്, അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടാണ് അവർ നവരാത്രി ആഘോഷിക്കുന്നത്. നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നവരാത്രി എന്ന് പറയുമ്പോൾ ആദിപരാശക്തിയായ ദേവിയെ 9 ദിവസങ്ങളിൽ 9 രൂപത്തിൽ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് നവരാത്രി. ആദിപരാശക്തി എന്ന് പറയുമ്പോൾ ആരാണ്? ആദിപരാശക്തി എന്ന് പറയുമ്പോൾ ഈ സത്യപ്രപഞ്ചമാണ്. ആരാണ്? സത്യപ്രപഞ്ചമാണ്, അല്ലെങ്കിൽ ഈ പ്രകൃതിയാണ്. കേട്ടോ, നമ്മൾ സത്യപ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രകൃതിയെയാണ് ആദിപരാശക്തിയായിട്ട് ആരാധിക്കുന്നത്. ദേവിയെ ശക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ സ്വരൂപമാണ് ആര്? ആദിപരാശക്തി എന്നാണ് പറയപ്പെടുന്നത്. കേട്ടോ, ശക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ സ്വരൂപമാണ് ആ ദേവിയെ. അങ്ങനെയുള്ള ശക്തിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നവരാത്രി ദിവസങ്ങളിൽ 9 ദിവസങ്ങളിൽ 9 രൂപത്തിൽ ആരാധിച്ചു പോരുന്നത്. കേട്ടോ, നവരാത്രിയുടെ ഐതിഹ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നവരാത്രി എന്ന് പറയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. ഗ്രീക്ക് രചനകളിൽ പോലും നവരാത്രിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ വലിയ ആഘോഷങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ നവരാത്രിയുമായി ബന്ധപ്പെട്ട് സംഗീത ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ട്. നവരാത്രി സംഗീതോത്സവം. അതുപോലെ ദക്ഷിണേന്ത്യയിൽ നവരാത്രി ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദക്ഷിണേന്ത്യയിൽ നവരാത്രി ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് മൂകാംബികയാണ്. കർണാടകത്തിലുള്ള മൂകാംബികയാണ്. നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾ വളരെ വിപുലമാണ്. എങ്കിൽ തന്നെയും എൻ്റെ ഒരു അറിവിൽ പറയുകയാണ്, നവരാത്രി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നത് ചോറ്റാനിക്കരയിലാണ്. അതുപോലെ തന്നെ നമ്മൾ നവരാത്രി എന്ന് പറയുന്നത്, നമ്മുടെ ആദിപരാശക്തി എന്ന് പറയുന്നത്, നമ്മൾ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ സ്വരൂപം സാക്ഷാൽ ആദിപരാശക്തിയാണ് എന്നുള്ള ഒരു ഉത്സവം കൂടിയാണ് എന്ത്? നവരാത്രി. അതുപോലെ തന്നെ വിക്രമാദിത്യ രാജാവിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞാൽ, വിക്രമാദിത്യ രാജാവ് തൻ്റെ വേതാളത്തെ, വിക്രമാദിത്യനും വേതാളവും കേൾക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ, വിക്രമാദിത്യ രാജാവ് തൻ്റെ വേതാളത്തെ ഒരിക്കൽ ഒരു മന്ത്രവാദിക്ക് പണയം വെക്കുകയുണ്ടായി. ഒരു ദുർമന്ത്രവാദി ഒരിക്കൽ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെത്തുകയുണ്ടായി. അദ്ദേഹം വിക്രമാദിത്യനോട് പകിടകളിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടു. വന്നിരിക്കുന്നത് ദുർമന്ത്രവാദിയാണെന്ന് ആർക്ക് മനസ്സിലായി? വിക്രമാദിത്യൻ്റെ വേതാളത്തിന് മനസ്സിലായി. പക്ഷേ വേതാളം 100 തവണയെങ്കിലും രാജാവിനെ ഉപദേശിച്ചു. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഒരു ദുർമന്ത്രവാദിയാണ്. ഒരിക്കലും പകിട കളിക്കുവാൻ തയ്യാറാകരുത്. പക്ഷേ വിക്രമാദിത്യ ചക്രവർത്തി അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം പകിടകളിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് വിക്രമാദിത്യ രാജാവ് തൻ്റെ വേതാളത്തെ ആർക്ക് പണയം വെച്ചു? ആ വേതാളത്തെ ദുർമന്ത്രവാദിക്ക് പണയം വെച്ചു. ദുർമന്ത്രവാദി ആണെങ്കിൽ കളിച്ചത് എന്താണ്? കള്ളക്കളിയിലൂടെ, അല്ലെങ്കിൽ കേട്ടോ,
ആ തെറ്റായ മാർഗത്തിലൂടെ പകട ചലിപ്പിച്ച് വിജയം ദുർമന്ത്രവാദിക്ക് അനുകൂലമാക്കിയെടുത്തു. ഈ സമയത്ത് വിക്രമാദിത്യ രാജാവിനെ വേതാളം ആർക്കടിമയായി? വേതാളം ദുർമന്ത്രവാദിക്ക് അടിമയാവുകയാണ്. ഉടൻ തന്നെ വേതാളം അടിമയാണെന്നറിഞ്ഞ വേതാളം അടിമയാണ്, ദുർമന്ത്രവാദിക്ക് അടിമയാണ്. ദുർമന്ത്രവാദി എന്തു പറഞ്ഞാലും ആരനുസരിക്കും? വേതാളം അനുസരിക്കും. ഉടൻ തന്നെ ദുർമന്ത്രവാദി വേതാളത്തോട് കൽപ്പിക്കുകയാണ് വിക്രമാദിത്യനെ തടവറയിൽ അടയ്ക്കുവാൻ. വിക്രമാദിത്യനെ വേതാളം തടവിലടച്ചു. ഈ സമയത്ത് വിക്രമാദിത്യ രാജാവ് അതിശക്തനാണ്. അദ്ദേഹം രക്ഷപ്പെടാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. ഈ തന്ത്രങ്ങളെല്ലാം ആര് പരാജയപ്പെടുത്തുകയാണ്? വേതാളം പരാജയപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് വിക്രമാദിത്യ രാജാവ് വേതാളത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ വേതാളമേ, ഒരുപാട് നാള് നീ എൻ്റെ അടിമയായിട്ടിരുന്നതാണ്. ഇപ്പോൾ നിന്റെ യജമാനൻ ഞാനല്ല, എങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് ഈ തടവറയിൽ നിന്നും രക്ഷപ്പെടാനൊരു മാർഗം പറഞ്ഞു തരും എന്ന് വിക്രമാദിത്യ രാജാവ് വേതാളത്തോട് ചോദിക്കുന്നു. ഈ സമയത്ത് വേതാളം പറയുന്നൊരു കാര്യമുണ്ട്. വേതാളം വിക്രമാദിത്യനോട് പറയുന്നുണ്ട്, ആ രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ. അതെന്താണ്? ദേവീഭജനമാണെന്ന് ആര് പറയുകയുണ്ടായി? വേതാളം ആരോട് പറയുന്നുണ്ട്? വിക്രമാദിത്യനോട് പറയുന്നുണ്ട്. കേട്ടോ, ഏതാപത്തിലും രക്ഷാമാർഗം എന്താണ്? ദേവീഭജനമാണെന്നാണ്. നമ്മൾ പെട്ടെന്ന് തെന്നി വീഴാൻ തന്നെ പോകും. നമ്മളുടെ നാക്കിൽ വരുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്ന അമ്മേ, അമ്മേ അല്ലെങ്കിൽ അച്ഛ. അമ്മയെന്നോ അച്ഛന്ന് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഈ അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ആ വിളി എവിടെ എത്തും എന്നാണ് പറയുന്നത്? ആ വിളി പരാശക്തിയിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. കേട്ടോ, അമ്മയെ നമ്മൾ അമ്മയെന്നും അച്ഛന്നും ഒക്കെ വിളിച്ചാൽ കേട്ടോ, നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോൾ നീച്ചപ്പെട്ടെന്ന് അമ്മയെ അല്ലെങ്കിൽ അച്ഛ എന്നൊക്കെ വിളിക്കും. ഇത് എന്ത് ചെയ്യുന്നു? അത് പരാശക്തിയിലേക്ക് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. ഈ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന സ്വരം എവിടെ എത്തുന്നു? ആ പരാശക്തിയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈശ്വരനിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. കേട്ടോ, ഇപ്പം നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയ്ക്ക് മുകളിൽ നന്മ നേടിയ വിജയത്തിൻ്റെ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവമാണ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു ഉത്സവമാണ് നവരാത്രി. അതുപോലെ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മളെ ജീവിതത്തിൽ നന്മയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നന്മയുടെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നമ്മൾ വീണു പോകുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഈശ്വരൻ്റെ ഒരു അദൃശ്യ കരം നമ്മളെ പിടിച്ചുയർത്തുമെന്നാണ്. കേട്ടോ, അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ നന്മയുടെ പാതയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ വീണു പോകുന്നൊരവസരം വരുമ്പോൾ അദൃശ്യകരം, ഈ ദൈവത്തിൻ്റെ അദൃശ്യകരം നമ്മെ എന്ത് ചെയ്യും? ആ വീഴ്ചയിൽ നിന്നും പിടിച്ചുയർത്തുമെന്നാണ് പറയുന്നത്. കേട്ടോ, നമ്മളൊക്കെ എന്ത് ചെയ്യുക? നന്മയിലൂടെ ജീവിക്കുക. കേട്ടോ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പം ഏവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നവരാത്രി ആശംസകൾ.